ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് എന്തെന്നറിയോ? ഞാനൊരു കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചു. എന്താ ഏതാണെന്നറിയില്ല, എന്നാലും മേടിച്ച് ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ വൈറലായ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് മൊറോക്കൻ ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പോൾ ആ ടിൻറ്റ് മേടിച്ച്, പിന്നെ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, ഈ കുന്തപ്പരാണ്ടി, ഇതൊക്കെ ഞാൻ മാറ്റാൻ കുറേ ക്രീമും അതും ഇതൊക്കെ തേച്ച് ഒന്നും പോണില്ല, തേച്ചൊരച്ച് നോക്കി പോണില്ല. എന്നിട്ട് ഞാൻ മടുത്ത്, എനിക്ക് വയ്യ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ, ഭയങ്കര മടിയാണ്, കുളിക്കുന്നത് തന്നെ ഭാഗ്യം. അപ്പം ഞാൻ വേറൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചായിരുന്നു, അതുകൊണ്ട് ഹൈഫനിൻ്റെ ഈ സംഭവം കാണാമോ, ഈ കുന്തം, ഇവിടെയൊക്കെ ഓക്കെ ആയി, ഇവിടുത്തെ പാടുകൾ ഒക്കെ പോയി. പക്ഷേ ഇതങ്ങോട്ടൊന്നും മാറിയുന്നില്ലായിരുന്നു. അപ്പോൾ അതിരിക്കട്ടെ, അവിടെ കാശ് പോയി. അപ്പം അങ്ങനെ മേക്കപ്പിലേക്ക് കയറാമെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് മേക്കപ്പ് ഞാൻ അധികം ചെയ്യില്ല, ആകെ ചെയ്യുന്നത് ഒരു കോമ്പാക്റ്റ് പൗഡർ സാധനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പക്ഷേ ഇതൊന്നും ഉപയോഗിക്കില്ല. കോമ്പാക്റ്റ് പൗഡർ ലോറിയലിൻ്റെ ട്രൂ മാച്ച്, അത് ഇടും, പറ്റുമെങ്കിൽ ഒരു കണ്ണെഴുതും. അത് ഇതൊന്നുമില്ല, സ്റ്റേബിളായിട്ടുള്ള അതായത് വാട്ടർ പ്രൂഫായിട്ടുള്ള ഏത് കൺമഷിയാണേലും ഇത് ചെയ്യും. പിന്നെ ഉള്ളത് ലിപ്സ്റ്റിക്ക്, ഏതെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടും. ഇപ്പം ലിപ്സ്റ്റിക്ക് പ്രാന്തായി കുറേ ലിപ്സ്റ്റിക്കായി. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കണത് ഇപ്പം ഇത് ലോറിയലിൻ്റെ ദിസ് വൺ 110 സൂമാക്ക് ഓക്കെ 110 യൂസ് ചെയ്യും. അത് നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഡാസ്ലറിൻ്റെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അത് ഡാസ്ലറിൻ്റെ പുതിയത് ഒരെണ്ണം ഉണ്ടല്ലോ, ദിസ് വൺ. ഇതിൻ്റെ നമ്പർ എന്തോ ഒരു നമ്പർ, അങ്ങനെ ഇതിനൊന്നുമില്ല. കളറ് കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എടുത്തെടുത്ത് കുറേ ആയി. പിന്നെ ഈ NYXൻ്റെ ലിപ്പ് ഐവി, ഇത് നല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ആ ഗ്ലോസി സാധനം പോയി കഴിയുമ്പോൾ അത് ഇതായി മാറും, ഒരു പിങ്ക് ഷെയ്ഡ് നമ്മുടെ ലിപ്പിൽ ടിൻറ്റ് പോലെ ആവും. പിന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫേസസ് കാനഡയുടെ, ഇതും വൈറലായിട്ട് കണ്ടിട്ട് മേടിച്ചിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ നമ്പരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതിനകത്ത് ചതനോ, പിന്നെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ മാക്കിൻ്റെ ഒരെണ്ണം ഉപയോഗിക്കും, മാക്കിൻ്റെ ഒരു മിനി ലിപ്സ്റ്റിക്ക്, ഡ്യൂബോണെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്, അത് നല്ല ഷെയ്ഡാണ്. പിന്നെ എൻ്റെ ആ ലിപ്സ്റ്റിക്ക് കാണുന്നില്ല ഗൈസ്. പിന്നെ അതാണ്ട് പ്ലമ്മിൻ്റെ, ഇത് സൂപ്പർ സാധനം കേട്ടോ, മാറ്റാണ്. അതിൻ്റെ നമ്പർ വന്നിട്ട് 126 അപ്സൈഡ് ബ്രൗൺ. ഇതും വൈറലായ ലിപ്സ്റ്റിക്കാണ്, പക്ഷെ നല്ല ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ആകെ ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ട് വെളിയിലോട്ട് ഒരുങ്ങി ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി, എന്നാൽ ഇവനെ കൂടെ വാങ്ങിക്കാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് മേടിച്ചാണോ എന്ന്. അങ്ങനെ ഒരു കടയിൽ കയറി, സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞ കടയിൽ കയറി. അവരോട് ചോദിച്ചപ്പോൾ ടിർട്ടിർ ചോദിച്ചാണ് പോയത്. ടിർട്ടിറിന് ഇവിടെ വെറും 120 ദിർഹംസേ ഉള്ളൂ. അത് എൻ്റെ കയ്യിലില്ലായിരുന്നു, ആകെ വന്നിട്ടും പോയിട്ട് ഒരു 50 ദിർഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനോട് പറഞ്ഞു, ഇങ്ങനത്തെ സംഭവമൊക്കെ വാങ്ങിക്കണം, എന്തെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സംഭവം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ എനിക്കെടുത്ത് തന്നു. ഷീഗ്ലാമിൻ്റെ ഈ ടിർട്ടിറിൻ്റെ മറ്റേ കുഷൻ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഷീഗ്ലാമിനുണ്ട്. അത് നല്ലതായിരുന്നു, പക്ഷെ അതിന് 50 ദിർഹംസ് കംപ്ലീറ്റ്ലി ആവും. പക്ഷെ അവരെന്നോട് പറഞ്ഞു, പക്ഷെ അത് ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ വെള്ളപ്പാണ്ട് പോലെ ഇരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു കറക്റ്റർ യൂസ് ചെയ്തിട്ടേ ഇതൊക്കെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല, ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല. ഞാൻ ആകെ മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡാൻസ് പ്രോഗ്രാമിന് മേക്കപ്പ് ചെയ്യും. അത് പിന്നെ അവരിങ്ങനെ പൂട്ടി ഇങ്ങനെ മൊത്തം ഇങ്ങോട്ട് തേച്ച് വെളുവിളാന്നിരിക്കും. പിന്നെ മേക്കപ്പ് ചെയ്തത്
കല്യാണത്തിന് ചെയ്തായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. വേറെ അല്ലാതെ മേക്കപ്പ്, ബാക്കി എൻ്റെ മേക്കപ്പ് ഇപ്പം കേട്ടല്ലോ അതുപോലെയാണ്. അപ്പം അങ്ങനെ അവരെനിക്ക് തന്ന ഷീഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സാണ്. ലിക്വിഡ് ബ്ലഷ്, എൻ്റെ നമ്പർ വന്നിട്ട് സ്വൈപ്പ് റൈറ്റ്. ഇതിനും കണ്ട് ഇതുപോലെ കുറഞ്ഞ 26 25 അത്ര ദിറംസേ ഉള്ളൂ. അതിപ്പോൾ ഇതാണ് ഇത് കറക്റ്ററായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ബ്ലഷൊക്കെ ഇടുന്ന സംഭവമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അവർ തന്നെ കൺസീലർ, അതും ഷീഗ്ലാമിൻ്റെ തന്നെ കൺസീലർ, കോംപ്ലക്സിയൻ ബൂസ്റ്റ് കൺസീലർ, ആൻറ്റി സേൺസ് കോംപ്ലക്സിയൻ ബൂസ്റ്റ് എന്തോ അതിൻ്റെ ഷെയ്ഡ് എർത്ത് ആണെന്ന് തോന്നുന്നു എനിക്ക് പറ്റുന്നത്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതൽ സംഭവം ഒന്നും അറിയില്ല, എന്നോട് ചോദിക്കാൻ വേണ്ട. വേറെ ഇതിനെപ്പറ്റി അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയും, അത് കേട്ട് അതിനെപ്പറ്റി നല്ലപോലെ പഠിച്ചിട്ട് മേടിച്ചാൽ മതി. ഞാൻ ഇതിന് ഏതാണ്ടിൽ ഉപയോഗിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. പിന്നെ മേടിച്ച് വെക്കാമല്ലോ, എങ്ങാനും ഭാവികളെ യൂസ് ചെയ്യേണ്ടി വന്നാലോ. കാരണം എനിക്ക് അത്ര കഷ്ടപ്പെടാനൊന്നും വയ്യ. ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തന്നെ, അധികം ഡ്രസ്സൊന്നും ഇല്ലെങ്കിലും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി തന്നെ കുറേ സമയം എടുക്കും. ആദ്യം ഒരു പാൻറ് ഇടും, ആ പാൻറ്റിന് ചേർന്ന ടോപ്പ് ഇടും. പിന്നെ ആലോചിക്കും ഈ ടോപ്പ് ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ കഴിഞ്ഞ ആഴ്ച പോയി, അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ എന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത ടോപ്പ് ഇടും, അപ്പോൾ അവിടെ തള്ളി ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ അത് മാറ്റും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. അത് പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഭയങ്കര കൺസേൺഡായിട്ട്. കൊള്ളാം, നല്ല സെറ്റ് സാധനം. ഒന്ന് സൂം ചെയ്യൂ ഡിജിമുനി, കണ്ടോ പാത്തേച്ചേ. അപ്പോൾ ഈ സാധനം സ്വൈപ്പ് റൈറ്റ്. അയ്യോ, ഇതാകെ ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ കമത്തും ഗൈസ്? ഇതിലൊന്നുമില്ല, കണ്ടോ, ഇതിലൊന്നുമില്ല. അയ്യോ, എന്നെ പറ്റിച്ചതാണോ? അങ്ങനെ ചെയ്യുമോ അവർ? കുലുക്കിയ വരുമായിരിക്കും. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? നോക്കാം എന്തരാകുമെന്ന്. അതിൽ നിന്ന് വരുന്നുണ്ട് അകത്താണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ആർക്കറിയാം. ഇൻഷാ അല്ലാഹ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ബ്രഷൊന്നുമില്ല ഗൈസ്, ഞാനൊരു പാവം. അതുവഴി പോയപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങ് മേടിച്ചു. ഇത് കറക്റ്റ് ആവണില്ലല്ലോ. കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. മിക്കവാറും ഞാനിതൊക്കെ ആരൊക്കെങ്കിലൊക്കെ പറക്കി കൊടുക്കും. കയ്യിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ അമ്മയ്ക്കൊക്കെയാണ് പറക്കി കൊടുക്കാറ്. എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് ഇച്ചിരി കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. നമ്മൾ 5 മാസം കൊണ്ട് ഉപയോഗിക്കേണ്ട സാധനം ഞാനിപ്പോൾ ഒറ്റ യൂസിൽ തീർത്തിട്ടുണ്ട്. എന്തായാലും അതിന് തീരുമാനമായി. കറക്റ്റ് ആവുമായിരിക്കും. കൊള്ളാമേ, എന്തൊക്കെ കോമാളിത്തരങ്ങളാണോ. ഇനി ഞാൻ പറഞ്ഞ കൺസീലർ, അതിന് ഏത് പരിവാവും. ചിലപ്പോൾ ഇത് ബ്രഷൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇതായിരിക്കും, എനിക്കറിയില്ല. കാരണം ഞാനധികം
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊന്നും അധികം യൂസ് ചെയ്യാറില്ല. സോ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാതെ. ഇത് കൊള്ളാം. ഈ സംഭവം ഇങ്ങനെയൊക്കെ വരും. ഇത് ഫോക്കസ് ചെയ്യും മോനെ, കണ്ടോ? ഇങ്ങനെ ഒരു കുഷൻ പോലെ സംഭവം. പുതിയതുള്ള അയച്ചോ. കണ്ണിൻ്റെ അടിയിലും ഇടണമെന്ന് പറഞ്ഞു. തീരെ ഉറക്കം കിട്ടാത്തൊരു കൊച്ചിനെ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഇടണം, അപ്പോഴേ വെളുത്തിരിക്കുള്ളൂ. ഇത് ഞാൻ ഒരുപാട് ന്യൂട്രൽ കളറാണ് എടുത്തത്, കാരണം എനിക്ക് അത്രയും വെളുത്ത് പണ്ടാരണം എനിക്കിഷ്ടമല്ല അങ്ങനെ. അതുകൊണ്ട് இந்த மாதிரி ஒரு கலரை தான் நான் எடுத்தேன். എനിക്ക് ആ റെഡ് കുറച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ചുണ്ടിൻ്റെ ചുറ്റും ഇങ്ങനെ ഓറഞ്ച് കളറിൽ വരലായിരുന്നു. പക്ഷേ ബാക്കിയുള്ളിടത്തെല്ലാം ഈ കളർ നല്ല മാച്ചാണ്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ കുഞ്ഞിനെ വിളിക്കാൻ കിൻഡർ ഗാർഡനിൽ പോകണം. അതിനാണ് ഞാൻ ഈ പ്രഹസനം. ഇനി വല്ല കഴിവിട്ട് വേണം പോവാൻ. പക്ഷേ എല്ലാം ഫുൾ കവറേജാണ്, ഇല്ലാന്നൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇടേണ്ടത്. പക്ഷെ ഞാനൊന്ന് വെളുത്തിട്ടുണ്ട്. ഈ റെഡിൻ്റെ യൂസേജ് കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ നന്നായിട്ട് വന്നേനെ. എനിക്കറിയില്ല നിങ്ങൾ കാണാൻ പറ്റുമോയെന്ന്. പക്ഷേ അധികം മേക്കപ്പൊന്നും ഇല്ല അല്ലേ. ചിലപ്പോൾ ഞാനവിടെ റെഡ് യൂസേജ് ഇച്ചിരി കുറച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിട്ട് വന്നേനെ അല്ലേ. ഇനി കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഇച്ചിരി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇച്ചിരി വൃത്തിയാവുമായിരിക്കും അല്ലേ ഗൈസ്. കോഷ്ടിയാണ്, ഇച്ചിരി ബോറാണ്. പക്ഷേ ഇത് നന്നായിട്ട് അറിയാനിടാവുന്നവർക്ക് ഇട്ട് കഴിഞ്ഞാൽ, കാരണം എനിക്ക് ഇത് ടോണ് മാറ്റണം. കാരണം ഇതിപ്പോൾ ഒരു ഭയങ്കര ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്, ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡിൽ വന്നത്. കാരണം ഇവിടെ കണ്ടോ എനിക്ക് കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചത്തിൽ നിന്ന് നോക്കാം. ചിലപ്പോൾ ഇത് ഓക്സിഡൈസൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വരുമായിരിക്കും, അറിയില്ല. കണ്ണൊക്കെ എഴുതി ചെറു പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോൾ മുതുക്കിയാവുമായിരിക്കും അല്ലേ. പക്ഷെ ഇച്ചിരി കുറവുണ്ടോ.
അതിൻ്റെ യൂസേജിൻ്റെയാണ്. മോമിനറിയില്ലല്ലോ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവനങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം എന്താ ചെയ്യുക, ഇപ്പോൾ ചെയ്ത് പോയല്ലോ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ഇവനിലേക്ക് കടന്നു പോകാം. ഇവൻ ഇത് എർത്ത് തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പം എന്നെപ്പോലെ ഡസ്കി ടോണുകാർക്ക് ഈ ഷെയ്ഡ് നല്ലതാണ്. ഭയങ്കര ഇങ്ങനെ കളറൊന്നും വരില്ല, നമ്മുടെ ആ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്ത് നിന്ന് പോകും. എനിക്കെല്ലാം 2 ടോണാണ്. ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, അങ്ങനത്തെ ഏടാകൂടങ്ങളെല്ലാം ഉണ്ട് എൻ്റെ മോന്തയിൽ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്തത് തുറക്കാം നമ്മുടെ മൊറോക്കൻ ടിൻഡർ. ഇവനിനി ഏത് ഗതിയിലാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അതിന് മുന്നേ നമുക്ക് ഇവനെ ഒന്ന് തുടയ്ക്കാമായിരുന്നു. 1 minute. ഇപ്പം വരാമേ. ചിലപ്പോൾ ഇതൊക്കെ ഇച്ചിരി ലിപ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദരിമണി ആവുമായിരിക്കും. ചെറിയ ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഞാൻ എൻ്റെ ഇങ്ക ക്രയോൺ നോക്കാം എപ്പടി ഇറക്കാമെന്ന്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പൈസയൊക്കെ പോയല്ലോ. കൊള്ളാമോ? അത് നോക്കി കണ്ടൊക്കെ ഇട്ടാൽ മതി. എനിക്ക് അറിഞ്ഞൂടെ ഇതിനെ പറ്റിയിട്ട് ABCD. നമുക്ക് ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് ഇത് ഇത്രയൊക്കെ ഇടണേന്ന് ഞാനിതിനൊക്കെ കണ്ടുമുട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് ഇത് പോകത്തില്ലേ. ഗൈസ്, ഇത് വാട്ടർ പ്രൂഫാണെന്ന് തോന്നുന്നു, പോകുന്നില്ല. വാട്ടർ പ്രൂഫൊന്നും അല്ല, പോകുന്നുണ്ട്. പക്ഷെ ഇച്ചിരി ടൈം എടുക്കും. ഇതെല്ലാം കൂടെ ഇട്ടുണ്ട്. മേക്കപ്പ് റിമൂവറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. എൻ്റെത് മേക്കപ്പ് റിമൂവർ ഉള്ളതല്ല, ജസ്റ്റ് വൈപ്സാണ്, ബേബി വൈപ്സ്, ദാറ്റ്സ് ഓൾ. നോമങ്ങനെ യെസ്, I am the clean. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷം. ഇനി നമുക്ക് മൊറോക്കൻ ടിൻഡർ തുറക്കാം. സോപ്പിട്ട് കഴിയാം. അപ്പോൾ നമുക്ക് മൊറോക്കൻ ടിൻഡിൽ നിന്ന് തുടങ്ങാം, അവസാനിപ്പിക്കാം. മൊറോക്കൻ ടിൻഡ് എന്ന് പറയുമ്പോൾ ഇതിനവർ എൻ്റെ കയ്യിൽ നിന്ന് 40 ദിറം മേടിച്ചു. നമ്മളൊന്നുകൂടെ വില പേശിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ് കിട്ടിയേനെ, പക്ഷേ എനിക്ക് ആ പരിപാടി അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ തേക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല.
ചുരുക്കി പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞൂടെ ഈ മേക്കപ്പിനെ പറ്റി. അങ്ങ് കാണുന്നു, അങ്ങ് എടുത്തിടുന്നു, എന്ത് വേണോ. ബ്രഷ് പോലും ഇല്ല. ഇനി എന്തോ എടുത്തിട്ട് തേക്കും. നമുക്ക് കുറച്ച് വെള്ളം പിഴിഞ്ഞ് നോക്കിയാലോ? കാരണം കൂടിപ്പോയി ഗൈസ്, വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി. ഇതിപ്പോൾ ഇതിങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട്, കാണാമോ? ക്യാൻ യു സീ? യാ, അപ്പോൾ ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് മുറിക്കുന്നത് പോലെ. അയ്യോ, ഒരു ചുവന്ന റെഡാണ് ഗൈസ്, ചുവന്ന റെഡ്. ഞാൻ അങ്ങനെ റെഡ് ഇല്ല. ആകെ എൻ്റെ കയ്യിലുള്ള റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ട്. അത് വളരെ ഇത് തുടച്ചാലൊന്നും പോകത്തില്ല. ഞാൻ 2-3 വീഡിയോ കണ്ടു, പക്ഷേ തുടച്ചിട്ട് പോകുന്നുണ്ടല്ലോ. മൊറോക്കൻ്റെ ഒന്നും അല്ലേ. കണ്ടോ സോര നിറം, കണ്ടോ സോര നിറം. പക്ഷേ അത് നല്ലപോലെ ഒന്നുകൊണ്ട് ഇച്ചിരി മിക്സ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഡാർക്ക് കളർ വരുന്നുണ്ട്. ഒരു ഗോൾഡ് ഷെയ്ഡും കൂടെ ചേർന്ന്, അതിനകത്തൊരു ഗോൾഡ് ഷെയ്ഡുണ്ട്, കണ്ടോ? അപ്പോൾ ആ ഗോൾഡ് ഷെയ്ഡും കൂടെ ചേർത്തിട്ടാണ്. ഇച്ചിരി തുടച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. ഈശ്വര, ഇങ്ങനെ കിൻഡർ ഗാർഡനിൽ പോകേണ്ട ഒരു അവസ്ഥ വരുമോ? പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് பண்ணலாம். അപ്പോൾ മൊറോക്കൻ്റെ മേടിക്കണം എന്നുള്ള ആ കടി അങ്ങ് മാറിക്കിട്ടിയാണല്ലോ. അപ്പോൾ എൻ്റെ മൊറോക്കൻ്റെ ഇതാണ്. ഇതൊക്കെ അങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം എന്നില്ല. ഇതൊക്കെ അങ്ങനെ കിട്ടാത്ത റെയർ സാധനങ്ങളാണല്ലോ, റെയറാണ്. അപ്പോൾ നമ്മൾ മേടിക്കുക, ഒന്ന് ഉപയോഗിക്കുക, ആ കടി അങ്ങ് മാറ്റി തീർക്കുക, പിന്നെ അത് ഉപയോഗിക്കാതെ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്, തീർന്നു. പിന്നെ ഞാനൊരു കൺമഷി മേടിച്ചായിരുന്നു, പക്ഷേ അത് ഇതാണെന്ന് തോന്നുന്നു. യെസ്, അത് ക്രിസ്റ്റീന റോക്ക വാട്ടർ പ്രൂഫ് ഐലൈനർ പെൻസിൽ ജെറ്റ് ബ്ലാക്ക്. അത് വാട്ടർ പ്രൂഫാണോ ഇല്ല എന്നുള്ളത് പിന്നെ ഉപയോഗിച്ചിട്ട് പറയാം. ഇതെങ്ങാണ്ട് എനിക്ക് 5 തിറോ 3 തിറത്തിനെങ്ങാണ്ട് ഒരു സെയിൽ നടന്നിടത്തുനിന്ന് കിട്ടിയതാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കല്ല് പോലെയായി. ഇന്ന് കുറേ വർഷമായതുകൊണ്ടായിരിക്കും. അപ്പം അത് താഴെപ്പോയി. ഇതെന്തുവാ ഇതെന്തോ കാണിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പം ഗുഡ് വൈബ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ട് കണ്ണിൽ പറ്റുമ്പോൾ കല്ല് പോലെയൊക്കെ ആവുന്നു.
ഓ ഇതിങ്ങനെ പെൻസിലാട്ടോ, പെൻസിൽ നമ്മുടെ പിള്ളേർ ഉപയോഗിക്കുന്ന കളർ പെൻസിലില്ലേ, അമ്മാതിരി പെൻസിൽ. കൊള്ളാം. നല്ല വര വരുന്നുണ്ട് ഗൈസ്, കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ അൺബോക്സിങ്ങും ട്രയലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്ന് മുഖം കഴുകണം, കിൻഡർ ഗാർഡനിൽ പോകണം, കൊച്ചിനെ വിളിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ബൈ.